പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് ഗോട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹിലാമുദ്ദീൻ ബിൻ സുലൈമാൻ. പിന്നിമേൽ കേരളത്തിൽ ആട് വളർത്തുന്നത് ലാഭകരമല്ല എന്ന് പറയുമോ? ആടുകളുടെ വില വളരെ കൂടുതലാണ്. ആടുകളുടെ വളർത്തുന്ന ആളുകളും വളരെ കുറവുമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആടുകളുടെ വില കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ കേരളത്തിൽ മട്ടൻ്റെ വില ഓരോ ദിവസവും അധികരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. സാധാരണ ഓരോ പെരുന്നാളുകളെയും മാറ്റം ഇപ്പോൾ നമുക്ക് മാസങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് 1100 വരെ, കഴിഞ്ഞ പെരുന്നാൾ 1100 വരെ മട്ടൻ്റെ വിൽപ്പന നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ താഴെ വന്ന് ഒന്നും അറിയാതെ ചില ആളുകൾ കമൻ്റ് ഇടും, എവിടെയാണ് 1100, നമ്മളവിടെ 750 ഉള്ളൂ, നമ്മളവിടെ 700 ഉള്ളൂ. മാർക്കറ്റെല്ലാം പോയി വാങ്ങുകയോ അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവും എത്രയാണ് വാങ്ങുന്നു എന്ന്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കുറവ് വില എന്ന് പറയുന്നത് 900 രൂപയാണ്. പിന്നെ ഏറ്റവും വില കുറവ് വരുന്നത് നമ്മുടെ ഏതൻ ഗോട്ട് ഫാമിലാണ്. 750 രൂപയാണ് നമ്മുടെ മീറ്റിന് വരുന്നത്. നമുക്കെങ്ങനെ കുറച്ച് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഡയറക്റ്റ് നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് വളർത്തുന്ന കേന്ദ്രങ്ങൾ, അതായത് ആടുകളെ കൊടുത്തിട്ട് ആളുകൾ വളർത്തി തരുന്ന സമ്പ്രദായമുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റാണ്, വേറെ ഇടനിലയോ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ ആടുകൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ വിലയ്ക്ക് നമുക്ക് 50 രൂപ മാർജിൻ മതി എന്നുള്ളതുകൊണ്ട് 700 രൂപയ്ക്ക് എടുക്കുക, 750 കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ ഈ വിലയ്ക്ക് നമുക്ക് ആടുകൾ കൊടുക്കാൻ കഴിയും. മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് ചോദിച്ചാൽ വളരെ പാടാണ്. കാരണം എക്സ്പെൻസും മറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് കൊണ്ട് തന്നെ ആടുകൾക്ക് വില കൂടിക്കൊണ്ടുപോകും. അവരെ കുറ്റം പറയുന്നതല്ല. പൊതുവേ ആടുകൾക്ക് വില കൂടുന്നത് ഈ മാർക്കറ്റിൽ ആടിൻ്റെ ലഭ്യതക്കുറവും അതുപോലെ വരുന്ന എക്സ്പെൻസുകളും ഇടനില എല്ലാം കൂടി ആകുമ്പോഴാണ് ഈ മാർക്കറ്റിൽ ആടുകൾക്ക് വില കൂടിപ്പോകുന്നത്. അപ്പോൾ പൊതുവായി കേരളത്തിൽ എല്ലായിടങ്ങളിലും മീറ്റ് നിലവിൽ മാറ്റമുണ്ട്, വില കൂടുതലാണ്. ആട് വളർത്തുന്നവർക്ക് ലാഭമാണ്. നമുക്ക് ആടുകൾ വളർത്തുന്നതായ ആളുകൾ നമുക്ക് നമ്മൾ വളർത്താനുള്ള രീതികളും ഉള്ളത് കൊണ്ടും രാജസ്ഥാനിൽ നിന്ന് നിലവിൽ ആടുകൾ വരുന്നത് കൊണ്ടുമാണ് ഈ വില വരുന്നത്. ബാക്കി വീടുകളിലെല്ലാം പൊതുവേ നല്ല വില ഉണ്ട്. അതുകൊണ്ട് തന്നെ ആടുകളെ വില കുറച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആട് വളർത്തുന്നവർക്ക് ഇപ്പോൾ ഏറ്റവും ലാഭകരമായ രീതിയിൽ മുമ്പ് പോയ നഷ്ടങ്ങൾ, ഇപ്പോൾ കൊറോണയുടെ സമയങ്ങളിലെല്ലാം ഉണ്ടായ നഷ്ടങ്ങളെ പരിഹരിക്കാൻ പറ്റുന്ന സമയമാണ്. നല്ല വില നിലവിൽ ആട് വിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ വളർത്തുന്ന ആളുകൾക്ക് തന്നെ 750 രൂപ 800 രൂപ മേനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആടുകൾക്ക് വില കിട്ടുന്നുണ്ട്. മുട്ടനാടുകൾക്ക് 900 വരെയെല്ലാം നിലവിൽ പോകുന്നുണ്ട്. അപ്പോൾ ആട് വളർത്താൻ ഇറങ്ങാൻ നിൽക്കുന്ന ആളുകൾക്ക് ആട് വളർത്താൻ ഇറങ്ങാൻ പറ്റുന്നൊരവസരവും പിന്നെ അങ്ങോട്ട് കുറച്ച് കാലത്തേക്ക് മാർക്കറ്റിൽ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ആടിൻ്റെ വില കൂടുകയുള്ളൂ, ഒരിക്കലും കുറയൂല. അപ്പോൾ വളർത്താനുള്ള നല്ലൊരു അവസരമാണ്. ആടുകൾ വാങ്ങുകയും വളർത്തുകയും ചെയ്യുക.